Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ എന്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നത്, അതേപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്, എങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം സെർച്ച് ബാറിൽ youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ youtube.com എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായി ഒരു നീല ബട്ടൺ കാണാൻ സാധിക്കും. സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു നീല ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനുള്ളത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ജിമെയിൽ യൂസർ നെയിം കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ യൂട്യൂബിൽ സൈൻ ഇൻ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് പ്രൊഫൈൽ പിക്ചർ ഇടാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ജിമെയിൽ ഉപയോഗിച്ച് ഞാനിവിടെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം യൂട്യൂബ് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാനായി ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, റൈറ്റ് സൈഡിലായി ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സിന്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. യൂട്യൂബ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഏറ്റവും താഴെയായി ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് എ ന്യൂ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, പുതിയൊരു ചെറിയൊരു വിൻഡോ പോപ്പപ്പ് ആയി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിന്റെ പേര് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിനൊരു പേര് കൊടുക്കുകയാണ്. മലയാളം ഞാനിവിടെ മലയാളം പഠിക്കാം എന്ന് യൂട്യൂബ് ചാനലിന് പേര് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് ചാനൽ എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ഇപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം മലയാളം പഠിക്കാം എന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് പേര് കൊടുത്തത്. ഇവിടെ മലയാളം പഠിക്കാം എന്ന് പറയുന്ന ഒരു പുതിയ യൂട്യൂബ് ചാനൽ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ചാനലിന് ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഒരു നീല കളറിൽ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയ ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പേനയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ പടം കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ നിന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എവിടെയാണോ ഫോട്ടോ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡിനനുസരിച്ചായിരിക്കും ഇത് അപ്ലോഡ് ആകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഇതിന് കൊടുക്കുക. അതിനുശേഷം മുകളിലായി നിങ്ങൾക്ക് ഡൺ എന്ന് പറയുന്ന ഒരു നീല അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാനിത് ഇനി വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. ഇതിവിടെ അപ്ലോഡ് ആയിട്ടില്ല. ഇത് അപ്ലോഡായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇനി നമുക്ക് ഇത് തന്നെത്താൻ ഇതിൽ അപ്ലോഡായി വരുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ആഡ് ചാനൽ ആർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഈ കാണുന്ന ഈ പുറകുവശത്തായി നിങ്ങൾക്ക് ചാനൽ ആർട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് എൻ്റെ ഒറിജിനൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പ്രൊഫൈൽ പിക്ചറാണ്. അതിനുശേഷമായിട്ട് അതിന് പുറകിലായിട്ട് ഒരു ചാനൽ ആർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആഡ് ചാനൽ ആർട്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സെലക്ട് ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ ആർട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളിവിടെ നോക്കുക, റെക്കമെൻഡഡ് ചാനൽ ആർട്ട് സൈസ് 2560x1440. ഇതാണ് ഇതിന്റെ ഡയമെൻഷൻ. അതുപോലെ മാക്സിമം ഫയൽ സൈസ് 4 MB ആണ്. ഇതിൽ കൂടുതലോ കുറവായിട്ടോ ഉള്ള ഫയലുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതിപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ട്. നോക്കുക, അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 ഓപ്ഷനിലൂടെ കാണാം. ഡെസ്ക്ടോപ്പ്, TV, മൊബൈൽ. നിങ്ങളുടെ ചാനൽ ആർട്ട് ഇങ്ങനെയായിരിക്കും TV-യിൽ കാണാൻ സാധിക്കുക. അതേപോലെ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇതേ രൂപത്തിൽ, മൊബൈലിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ദ ക്രോപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ള രീതിയിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും. ഈ നടുക്ക് ഭാഗത്തായിട്ട് കാണുന്ന ഈ തെളിഞ്ഞു കാണുന്ന ഈ ഭാഗമായിരിക്കും നിങ്ങളുടെ ചാനൽ ആർട്ടായിട്ട് വരുന്നത്. ഞാനിവിടെ ഒന്നും ഈ ഭാഗം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഡിവൈസ് പ്രിവ്യൂ എന്നുള്ള ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ഞാൻ ഈ സെലക്ട് ചെയ്ത ആ ഭാഗമായിരിക്കും എൻ്റെ കമ്പ്യൂട്ടറിലും അതേപോലെ മൊബൈലിലും ഒക്കെ ചാനൽ ആർട്ടായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒന്നും നിങ്ങളിത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ചാനൽ ആർട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എബൌട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചാനൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും എഴുതുന്നില്ല. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അക്കൗണ്ടാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഹലോ എന്ന് ഇപ്പോൾ എൻ്റെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഒറിജിനൽ ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ എബൌട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ചാനലിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ ആഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിവിടെ ഇമെയിൽ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഒന്നും ഡൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഹോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് തൊട്ടടുത്തായിട്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിനുശേഷം പ്ലേലിസ്റ്റ്, ചാനൽ, അങ്ങനെ കുറെ ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. വീഡിയോയിൽ ഇവിടെ ഞാനിവിടെ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വീഡിയോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചാനലിന്റെ URL. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള കുറെ അക്കങ്ങളാണ്. നമ്മളുടെ ചാനൽ നേരത്തെ യൂട്യൂബിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചാനലിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂട്യൂബിൽ ചില മാറ്റങ്ങൾ വരുത്തി
ഇവിടെ നോക്കുക, സെറ്റിംഗ്സിൽ പോയി അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സെറ്റിംഗിൽ നിങ്ങൾക്ക് ഓർ കസ്റ്റം URL സിസ്റ്റം ഹാസ് ചേഞ്ച്ഡ് എന്ന് കാണാൻ സാധിക്കും. ഇവരുടെ യൂട്യൂബിൻ്റെ ചില സിസ്റ്റംസ് അവർ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറഞ്ഞത് 500 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ കുറഞ്ഞത് 30 ദിവസം പഴയ ചാനലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള URL നമ്മളുടെ യൂട്യൂബ് ചാനലിന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ 30 ദിവസം ആയിട്ടില്ല. അതേപോലെ എനിക്ക് ഇവിടെ നോക്കുക, 0 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ URL ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതെങ്ങനെ 500 സബ്സ്ക്രൈബർ ആകുന്നു, അതേപോലെ എനിക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണ് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആർട്ട് എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കും, അതേപോലെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും, നിങ്ങളുടെ ജിമെയിൽ എങ്ങനെ യൂട്യൂബിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നത്. ഇനി കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ നിങ്ങളുടെ ചാനൽ ഗൂഗിൾ ആഡ്സനുമായിട്ട് എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്, അതേപോലെ ഗൂഗിൾ ആഡ്സിന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കുറേയേറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോകളൊക്കെ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.